വെൽക്കം ടു വിഷം അക്കാഡമി. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇൻ്റർനാഷണൽ അവാർഡ്സിൻ്റെ ഔട്ട്ലൈൻ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോബൽ പ്രൈസ് നോക്കാം. നോബൽ പ്രൈസ് ആർ ഗിവൺ അണ്ടർ ദ ബിൽ ഓഫ് അല്ലെങ്കിൽ നെയിം ഓഫ് ആൽഫ്രഡ് ബെർണാഡ് നോബൽ. അദ്ദേഹം മരിച്ചത് 1896 അദ്ദേഹം സ്വീഡിഷ് കെമിസ്റ്റ് ആൻഡ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. എന്തിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്? മാനുഫാക്ചറിങ് ഓഫ് ഡൈനാമൈറ്റിനാണ് ഹി ഗോട്ട് ദ നോബൽ പ്രൈസ്. So Nobel Prize is giving for 6 fields. Those are peace, physics, chemistry, medicine, economic and literature. So first the Nobel Prize was given on 1901. 1968 Nobel Prize for economics start ചെയ്തു. December 10th the awards are given and presented at Stockholm. അന്നായിരുന്നു ആൽഫ്രഡ് ബെർണാഡ് ആനിവേഴ്സറി. They can hold for maximum 1 to 3 members. ഇനി ഇന്ത്യൻസിൽ ആർക്കൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് നോക്കാം. 1913 രവീന്ദ്രനാഥ ടാഗോറിന് ഗീതാഞ്ജലിക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്. ആൻഡ് CV രാമൻ എഫക്റ്റ് ഫിസിക്സ് ഫീൽഡിലാണ് രാമൻ എഫക്റ്റ് പ്രോസസ്സിന് 1913 കിട്ടി. ആൻഡ് മെഡിസിൻ ഫീൽഡിൽ ഹർഗോബിന്ദ് ഖൊറാന 1968 കിട്ടി. ആൻഡ് 1968 എക്കണോമിക്സിന് നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത്. പീസിന് മദർ തെരേസ അവർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത് ഓൺ 1979. ആൻഡ് ഫിസിക്സിൽ ഒരാൾക്കും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ഫോർ ചന്ദ്രശേഖർ ലിമിറ്റ് 1983. ഫോർ എക്കണോമിക്സ് അമർത്യ സെൻ 1998. ഫോർ ലിറ്ററേച്ചർ സർ VS നൈപോൾ ഓൺ 2001. ഫോർ കെമിസ്ട്രി വെങ്കട്രാമൻ രാമകൃഷ്ണൻ on 2009. For peace one more holder ഉണ്ട്, കൈലാഷ് സത്യാർത്ഥി 2014. ഇനി ഓരോ ഫീൽഡിലും അക്കോർഡിംഗ് ടു 2016 ഡേറ്റ പ്രകാരം ഓരോ ഫീൽഡിലും ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം. For literature ബോബ് ഡൈലാൻ, he's an American. He got the Nobel Prize for literature for having created a new poetic expression within the great American song tradition. And for economics Oliver Hart and Bengt Holmstrom. Oliver Hart വന്ന ലണ്ടൻ സിറ്റിസൺ ആണ്, ബെൻറ്റ് ഹോംസ്ട്രോം വന്നിട്ട് ഫിൻലാൻഡ്. They got the Nobel Prize for the invention of contract theory. ഈ കോൺട്രാക്ട് തിയറി എന്താണെന്നുള്ളത് ഡീപ്പായിട്ട് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു തിയറിക്കാണ് കിട്ടിയതെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ആൻഡ് ഫോർ കെമിസ്ട്രി ജീൻ പിയേഴ്സ് സോവാഗ്, he is from France. Bernard L. Feringa from Netherlands. J. Fraser Stoddart from Britain. നാനോ മെഷീൻസിനാണ്, ഡെവലപ്പിംഗ് മോളിക്കുലർ മെഷീൻസിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഫോർ ഫിസിക്സ് ബ്രിട്ടീഷ് ട്രിയോനാണ് കിട്ടിയത്. ആ ബ്രിട്ടീഷ് ആരൊക്കെയാണെന്ന് നോക്കാം. ഡേവിഡ് തൗലൻ, F. ഡുനീൻ, M. ഹാൽഡെയിൻ, മൈക്കൽ കോസ്റ്റർലിറ്റ്സ്. They got the Nobel Prize for the theoretical discoveries of topological phase transition and topological phases of matter. And for peace, Joel Manuel Santos, he is from Colombia, for his resolute efforts to bring the country's more than 50-year-long civil war to an end. For medicine, Yoshinori Ohsumi, he is from Japan. ഓട്ടോഫാഗി അതൊരു ഗ്രീക്ക് വേർഡാണ്. ഓട്ടോഫാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഈറ്റിംഗ് സെൽ. ഫോർ ഹിസ് ഡിസ്കവറി ഓഫ് മെക്കാനിസം ഓഫ് ഓട്ടോഫാഗി, അതിനാണ് മെഡിസിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഇനി രാമൻ മെഗ്സസെ അവാർഡ്, അതർവൈസ് കോൾഡ് ആസ് ഏഷ്യാസ് നോബൽ പ്രൈസ്. ദ ഫീൽഡ്സ് ആർ ഗവൺമെൻറ് സർവീസ്, പബ്ലിക് സർവീസ് ആൻഡ് അതർ ഫീൽഡ്സ്. ഗിവൺ ടു ഏഷ്യൻ ഇൻഡിവിജ്വൽസ്. Presented by Raman Magsaysay Foundation. First it was given in 1957. July 27, 2016 ബെസ്വാഡ വിൽസൺ ആൻഡ് തോഡൂർ മദബുഷി കൃഷ്ണയ്ക്കാണ് രാമൻ മെഗ്സസെ അവാർഡ് കിട്ടിയത്. ഇനി പുലിറ്റ്സർ അവാർഡ് നോക്കാം. അവാർഡഡ് ഫോർ എക്സലൻസ് ഇൻ ന്യൂസ് പേപ്പർ ജേർണലിസം ആൻഡ് ലിറ്ററസി അച്ചീവ്മെൻറ്റ് ആൻഡ് മ്യൂസിക്കൽ കമ്പോസിഷൻ. അത് ഏത് യൂണിവേഴ്സിറ്റിയാണ് പ്രസൻറ്റ് ചെയ്തത്? കൊളംബിയ യൂണിവേഴ്സിറ്റി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഫസ്റ്റ് അവാർഡഡ് ഇൻ 1917. ഇന്ത്യൻസിൽ ആർക്കൊക്കെ കിട്ടി നോക്കാം. ഇൻ 2014 വിജയ് ഷാത്രി
for 45 sections poet category. First Indian 1937 ആണ് കിട്ടിയത്. His name is Gobind Beharilal for reporting. In 2000 ജുംബ ലഹരി, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നമ്മൾ ജുംബ ലഹരി പഠിച്ചിട്ടുണ്ടായിരുന്നു. അൺകസ്റ്റമൈസ്ഡ് എർത്ത് എന്ന് പറഞ്ഞിട്ട് ജുംബ ലഹരി for the book Interpretations of Maladies. In 2003 Geeta Anand for journalism. In 2011 Dr. Siddhartha Mukherjee for the book A Biography of Cancer. The next Man Booker Prize awarded for best full length English novel. അത് പ്രസൻറ്റ് ചെയ്യുന്നത് മാൻ ഗ്രൂപ്പാണ്. കോമൺവെൽത്ത് ഓഫ് നേഷൻസ് അയർലാൻഡ് ആൻഡ് സിംബാബ്വെ. ഫസ്റ്റ് അവാർഡഡ് ഇൻ 1969. 2016 15 ആർക്ക് കിട്ടി നോക്കാം. 2016 പോൾ ബീറ്റി ഫോർ ദ നോവൽ ദ സെൽ ഔട്ട്. 2015 മെർലാൻ ജെയിംസ് ഫോർ ദ ബുക്ക് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് 7 killings. മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസസ് ആർക്ക് കിട്ടി നോക്കാം. അരുന്ധതി റായ്, കിരൺ ദേശായി, അരവിന്ദ് ആദിത്യ, റിച്ചാർഡ് ഫ്ലാഗ് ആനന്ദ്, അവർക്ക് 2014 കിട്ടിയത്. ആൻഡ് മാൻ ബുക്കർ ബുക്ക് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫിക്ഷൻ, അതും പ്രസൻറ്റ് ചെയ്യുന്നത് മാൻ ഗ്രൂപ്പാണ് ബൈ യുണൈറ്റഡ് കിങ്ഡം. ഫസ്റ്റ് അവാർഡഡ് ഇൻ 2015. 2016 റിപ്പോർട്ടിൽ ആർക്കാ കിട്ടിയെന്ന് വെച്ചാൽ ഹാങ് കാങ് ഫോർ വെജിറ്റേറിയൻ ട്രാൻസ്ലേറ്റഡ് ബൈ ഡെബോറ സ്മിത്ത്. ഹാങ് കാങ്ങിന് വെജിറ്റേറിയനാണ് കിട്ടിയത്, വെജിറ്റേറിയൻ എന്ന ബുക്കിന്, ആ ഫിക്ഷൻ ബുക്കിന്. അത് ഡെബോറ സ്മിത്താണ് ട്രാൻസ്ലേറ്റഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഓസ്കാർ അവാർഡ്സ്. awarded for excellence in cinematic achievements presented by Academy of Motion and Pictures Arts and Science. അത് ഏത് കൺട്രിയിലാണ് കൊടുക്കുന്നത്? US. ഫസ്റ്റ് awarded on 16th May 1929. ഇനി ഏതൊക്കെ ഇന്ത്യൻ ഫിലിംസാണ് നോമിനേറ്റഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. മദർ ഇന്ത്യ ഇൻ 1957. പിന്നെ സലാം ബോംബൈ, ലഗാൻ. ഇത് കൊടുക്കുന്നത് ഹോളിവുഡ് കൊട്ടാക് തിയേറ്ററിലാണ് കൊടുക്കുന്നത്. പിന്നെ ബാനു അഥയ്യ, ഹീസ് എ ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം, ദാറ്റ് പേഴ്സൺ ഈസ് എ ഫസ്റ്റ് ഇന്ത്യൻ who received the Oscar award for Indian film to win an Oscar award in 1982 for costume designer in the film I Am Gandhi. Next, Dada Saheb Phalke Award, highest award in cinema, Dada Saheb Phalke Award. It started to giving in 1969. Father of Indian cinema Dada Saheb, so അവരുടെ മെമ്മറിയിലാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്. ഫസ്റ്റ് അവാർഡ് got for Devika Rani. In 2015 മനോജ് കുമാറിന് ഹിന്ദി ലാംഗ്വേജിന് 47 അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി സ്പോർട്സ് ഫീൽഡിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. രത്ന പറഞ്ഞാൽ എന്താണ്? ജെം. സോ ജെം ഓഫ് ഗെയിംസിനാണ് ഖേൽ രത്ന അവാർഡ് എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. Highest honor given for achievement of sports from 1991 to 1992. First awarded to Vishwanath Anand for chess. 2015 സാനിയ മിർസയ്ക്ക് ടെന്നീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. And in 2016 ദീപ കരംക for wrestling, PV Sindhu for badminton, Sakhi Malik for wrestling, Jeetu Rai for shooting. In 1961 അർജുന അവാർഡ്സ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവാർഡഡ് ബൈ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ഇറ്റ് പെർട്ടിക്കുലർലി ടു ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് നാഷണൽ സ്പോർട്സ്, അതിനാണ് അർജുന അവാർഡ്സ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ദ്രോണാചാര്യ അവാർഡ്സ് അവാർഡഡ് ബൈ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഫോർ എക്സലൻസ് ഓഫ് സ്പോർട്സ് കോച്ചിങ്. കോച്ചസിനാണ് ഇതൊക്കെ കിട്ടുന്നത്. ഇൻ 2016 നാഗപൂരി രമേശ് ഹിസ് coach of athlete, Sagarmal Thayal coach of boxing, Rajkumar Sharma cricket coach, and Bishweshwar Nandi coach of wrestling, Mahavir Singh Pogal coach of wrestling, Pradeep Kumar swimming coach. ഇനി ധ്യാൻ ചന്ദ് അവാർഡ്സ്.
ഇയർലി വൺസ് ആണ് ഇത് കൊടുക്കുന്നത്. സ്പോർട്സ് ടൈം ലൈഫ് അച്ചീവ്മെൻറ്റ് അവാർഡാണ് ധ്യാൻ ചന്ദ് അവാർഡ്. ഇൻ 2016 ശങ്കർ ലക്ഷ്മൺ അവർക്ക് ഹോക്കി സ്പോർട്സിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ജ്ഞാൻപീഠ് അവാർഡ് ഫോർ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ awarded from 1961. First awarded to Shankara Kurupu for the Malayalam. He is a Malayalam writer. And in 2016, Raghuveer Chaudhary is from Gujarat. ഇവർക്കൊക്കെയാണ് ജ്ഞാൻപീഠ് അവാർഡ് അക്കോർഡിംഗ് ടു 2016 ഡേറ്റയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നാഷണൽ അവാർഡ്സ്, ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ്? ഭാരത് രത്ന. നമ്മൾ ഇത്ര നേരം ഇന്റർനാഷണൽ അവാർഡ്സ് പഠിച്ചു. ഈ നാഷണൽ അവാർഡ്സ്, ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഈസ് ഭാരത് രത്ന അവാർഡ്. 1954 ഇത് കൊടുക്കാൻ തുടങ്ങിയത്. ഭാരത് രത്ന എന്ന് പറഞ്ഞാൽ ജെം, ഇന്ത്യനെയാണ് നമ്മൾ ഭാരത് എന്ന് പറയുന്നത്. സോ ജെം ഓഫ് ഇന്ത്യ ആണ് ഭാരത് രത്ന. ടോട്ടൽ അവാർഡ്സ് 45 ആണ്. ഫസ്റ്റ് അവാർഡഡ് 3 പേഴ്സണാണ് കിട്ടിയിട്ടുള്ളത്. ഡോക്ടർ രാധാകൃഷ്ണൻ, CV രാമൻ ആൻഡ് രാജഗോപാലാചാരി. പോസ്റ്റ്മസി, അതായത് ആഫ്റ്റർ ഡെത്ത് ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. മദൻ മോഹൻ മാൾവ്യ 2016 ആണ് അത് കിട്ടിയിട്ടുള്ളത്. ഇനി അടൽ ബിഹാരി വാജ്പേയി 2016 അവാർഡ് ടു. ഇത് ഭാരത് രത്ന അവാർഡ് ഫോറിനേഴ്സ് നമുക്ക് കൊടുക്കാറുണ്ട്. ഇനി പോസ്റ്റ്മസി ലിസ്റ്റ് നോക്കാം. മദൻ മോഹൻ മാൾവ്യ അല്ലാതെ ആർക്കൊക്കെയാണ് കിട്ടിയത് പോസ്റ്റ്മസി ലിസ്റ്റ് എന്ന് നോക്കാം. ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ 1966, കുമാരസ്വാമി കാമരാജ് 1976, ആചാര്യ വിനോബ ഭാവെ 1983, മരുതൂർ ഗോപാല രാമചന്ദ്രൻ, അതായത് MGR, ആക്ടർ MGR ആണത്, 1988, ഡോക്ടർ ഭീമ റാവു രാംജി അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ 1990, സർദാർ വല്ലഭായ് പട്ടേൽ 1991, ശ്രീ രാജീവ് ഗാന്ധി 1991, ശ്രീ മൗലാന അബ്ദുൽ കലാം ആസാദ് 1992, ശ്രീ ഗുൽസാരി ലാൽ നന്ദ 1997, ശ്രീമതി അരുണ ആസഫ് അലി 1997, ശ്രീമത് ജയപ്രകാശ് നാരായൺ 1999, ലോക്പ്രിയ ഗോപിനാഥ് ബർദോലി 1999, മദൻ മോഹൻ മാലവ്യ 2014. ഈ നെയിംസ് പ്രൊണൗൺസ് ചെയ്തതിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നെക്സ്റ്റ് പത്മ അവാർഡ്സ് നോക്കാം. പത്മ വിഭൂഷൺ, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഗിവിംഗ് ഇൻ 1954. അത് വിശിഷ്ട വ്യക്തികൾക്കാണ് അത് കൊടുക്കുന്നത്. ഡിസ്റ്റിങ്വിഷ്ഡ് എമിനന്റ് പേഴ്സൺസിനാണ് ഈ പത്മവിഭൂഷൺ കൊടുക്കുന്നത്. നെക്സ്റ്റ് പത്മഭൂഷൺ, തേർഡ് ലാർജസ്റ്റ് നാഷണൽ അവാർഡ് 1954. ഇൻ ദ സെയിം ഇയർ, distinguished service to the high order to the nation in any field. Next, Padma Shri, fourth highest national award in the same year 1954. 1960 MGR കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ അവാർഡ് തിരിച്ചു നൽകി. അതിൽ ഹിന്ദി റൈറ്റിംഗ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് MGR അവർ അത് തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. To recognize the contribution of Indian citizen in various fields, arts, literature, education, industry, literature already പറഞ്ഞു, science, social service, ഇതിനൊക്കെയാണ് പത്മശ്രീ കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു 2016 പത്മശ്രീ മൈൽസ് സാമിയ അണ്ണാദുരൈ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചന്ദ്രയാന്റെ ഡയറക്ടറാണ്. ഇനി ഹയസ്റ്റ് ഗാലൻട്രി അവാർഡ്, പരംവീർ ചക്ര 3 ഉണ്ട്. ഫസ്റ്റ് പരംവീർ ചക്ര, it started to giving in 1950, Mahavir Chakra 1950, 26th Jan 1950. On the same day and same year, Veer Chakra. ഇത് award ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. Awarded for national bravery in the presence of enemy, act of gallantry in the presence of enemy of lands, sea, air, acts of bravery in the battle of field. ഈ യുദ്ധത്തിൽ അവരുടെ ധീരത കാണിച്ചിട്ടുള്ളവർക്കാണ് ഈ അവാർഡ്സ് കൊടുക്കുന്നത്. സോഫാർ പരംവീർ ചക്ര 14 പോസ്റ്റ്മസി പേഴ്സൺസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. 21 അവാർഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് കിട്ടിയത് സോംനാഥ് ശർമ്മയ്ക്കാണ്. ലാസ്റ്റ് കിട്ടിയത് ക്യാപ്റ്റൻ വിക്രം ബത്ര ഇൻ 1919 കാർഗിൽ വാറിന് പരംവീർ ചക്ര അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ടുഡേയ്സ് ക്ലാസ് ഇത്രയാണ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.